ഹലോ ഓൾ, എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി BA ഇംഗ്ലീഷ് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ തേർഡ് സെമസ്റ്റർ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ എന്ന പാഠഭാഗത്തിലെ വിക്ടോറിയൻ ഏജ് ലിറ്റററി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വിക്ടോറിയൻ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള പുരോഗതികൾക്കും മറ്റുമൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ്. എഴുത്തുകാർ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് പേനകൾ ചലിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് വിക്ടോറിയൻ കാലഘട്ടം എന്നുള്ളത്. നവീകരണത്തിൻ്റെയും ആത്മപരിശോധനയുടെയും കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു. അക്കാലത്തെ വ്യത്യസ്ത വീക്ഷണങ്ങളെ പ്രതിനിധീകരിക്കുന്ന സാഹിത്യ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. ഒളിവർ ട്വിസ്റ്റ്, ഹാർഡ് ടൈംസ് തുടങ്ങിയ കൃതികളിൽ ദാരിദ്ര്യം, ബാലവേല, വർഗവിഭജനം പോലെയുള്ള സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ ചാൾസ് ഡിക്കൻസ് പേന ചലിപ്പിച്ചു. സ്ത്രീകളുടെ വർദ്ധിച്ചു വരുന്ന റോളിനെക്കുറിച്ചും മറ്റുമൊക്കെയായിട്ട് ഒരുപാട് സാഹിത്യകാരന്മാർ ഈ ഒരു കാലഘട്ടത്തിൽ പേന ചലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 1837 മുതൽ 1901 വരെ നീണ്ടുനിന്ന വിക്ടോറിയൻ കാലഘട്ടം ബ്രിട്ടനിലെ ശ്രദ്ധേയമായ സാഹിത്യ വികാസങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു. വിക്ടോറിയ രാജ്ഞിയുടെ പേരിലാണ് ഈ കാലഘട്ടം അറിയപ്പെടുന്നത് തന്നെ. അതായത് 1837 മുതൽ 1901 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ വിക്ടോറിയ രാജ്ഞി ഇംഗ്ലണ്ട് ഭരിച്ചു എന്നുള്ള കാരണം കൊണ്ട് വിക്ടോറിയ രാജ്ഞിയുടെ പേരിലാണ് ഈ ഒരു കാലഘട്ടം അറിയപ്പെടുന്നത്. അക്കാലത്തെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക മാറ്റങ്ങൾ അക്കാലത്തെ സാഹിത്യങ്ങളെ വളരെയധികം സ്വാധീനിച്ചു. വ്യാവസായിക വിപ്ലവം ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണത്തിനും സാമൂഹിക മാറ്റങ്ങൾക്കും കാരണമായി. വ്യക്തികളിലും സമൂഹത്തിലും ഈ മാറ്റങ്ങൾ ഉണ്ടാക്കിയ സ്വാധീനം സാഹിത്യകാരന്മാർ നിരീക്ഷിച്ചു. പ്രത്യേകിച്ചും ചാൾസ് ഡിക്കൻസിനെ പോലെയുള്ള സാഹിത്യകാരന്മാർ ദാരിദ്ര്യം, ബാലവേല, വർഗ അസമത്വം പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നോവലുകൾ സൃഷ്ടിച്ചത് ശക്തമായ സാമൂഹിക വിമർശനത്തിനുള്ള മാധ്യമമായി തീർന്നു. ഒളിവർ ട്വിസ്റ്റ്, ഹാർഡ് ടൈംസ് തുടങ്ങിയ കൃതികളിൽ ഡിക്കൻസ് അക്കാലത്തെ പരുഷമായ യാഥാർത്ഥ്യങ്ങളെ ചിത്രീകരിച്ചു സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്തു. ബ്രോണ്ടി സഹോദരിമാർ അഥവാ ബ്രോണ്ടി സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഷാർലറ്റിൻ്റെയും എമിലിയുടെയും നോവലുകൾ അഭിനിവേശം, ധാർമ്മികത, സമൂഹത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്നീ പ്രമേയങ്ങൾ ചർച്ച ചെയ്തു. ജെയിൻ ഐർ, പുതറിംഗ് ഹെയ്സ്റ്റ് എന്നിവ ബ്രോണ്ടി സഹോദരിമാരുടെ നോവലുകളാണ്. ഈ ബ്രോണ്ടി സഹോദരിമാരുടെ ഇത്തരത്തിലുള്ള കൃതികൾ അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വെല്ലുവിളികളും പ്രയാസങ്ങളുമൊക്കെ വളരെയധികം എടുത്തുയർത്തി പറഞ്ഞു. മാത്രമല്ല, അന്നത്തെ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഫെമിനിസം എന്ന ആശയത്തിന് ഈ ബ്രോണ്ടി സഹോദരിമാരുടെ കൃതികൾ വളരെയധികം സഹായകമായി. ഈ ഒരു കാലഘട്ടം എന്നുള്ളത് ഒരുപാട് സെൻസേഷണൽ നോവലുകളുടെ ഉദയത്തിലേക്ക് നയിച്ചൊരു കാലഘട്ടമാണ്. ഒട്ടനവധി സെൻസേഷണൽ നോവലുകൾ ഈ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. വിക്ടോറിയൻ കാലഘട്ടത്തിൻ്റെ സാഹിത്യഭൂമിയിൽ കവിത നിർണായകമായ പങ്ക് വഹിച്ചു. പ്രശസ്തനായ എഴുത്തുകാരനായ ആൽഫ്രഡ് ലോർഡ് ടെന്നീസിൻ്റെ കവിതകൾ, അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള കവിതകൾ യുദ്ധം, നഷ്ടം, വിശ്വാസത്തിൽ മാറുന്ന സ്വഭാവം എന്നിവ വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്തു. വിക്ടോറിയൻ കാലഘട്ടം എന്നുള്ളത് ഒരുപാട് സീരിയൽ നോവലുകൾക്കും കൂടെ തുടക്കം കുറിച്ച ഒരു കാലഘട്ടമാണ്. സീരിയൽ നോവൽ എന്ന് പറഞ്ഞാൽ പല തവണകളായിട്ട് പ്രസിദ്ധീകരിക്കുന്ന നോവൽ എന്നർത്ഥം. ഇത്തരത്തിലുള്ള ഒരുപാട് സീരിയൽ നോവലുകൾക്ക് തുടക്കം കുറിച്ച ഒരു കാലഘട്ടമാണ് വിക്ടോറിയൻ കാലഘട്ടം. നിരവധി എഴുത്തുകാർ അവരുടെ രചനകൾ ജനപ്രിയ മാസികകളിൽ തവണകളായിട്ട് പ്രസിദ്ധീകരിച്ചു തുടങ്ങി. ഇത് ധാരാളം വായനക്കാരെ വളരെയധികം ആകർഷിച്ചു. വിക്ടോറിയൻ കാലഘട്ടം സാഹിത്യത്തിലെ സമ്പന്നവും ചലനാത്മകവുമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. എഴുത്തുകാർ അക്കാലത്തെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ മാറ്റങ്ങളുമായി ഇടപഴകി. വിക്ടോറിയൻ കാലഘട്ടത്തിലെ സാഹിത്യ വികാസങ്ങൾ ആധുനിക നോവലിന് അടിത്തറ പാകുകയും ഇന്നും സാഹിത്യത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നത്തെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരിൽ വളരെ പ്രധാനിയായ ഒരു വ്യക്തിയായിരുന്നു ജോൺ റസ്കിൻ എന്ന് പറയുന്ന വ്യക്തി. വിക്ടോറിയൻ കാലഘട്ടത്തിലെ എഴുത്തുകാരനായിരുന്നു, കലാനിരൂപകനായിരുന്നു, സാമൂഹിക ചിന്തകനായിരുന്നു ജോൺ റസ്കിൻ. അദ്ദേഹം 1819 ജനിച്ചു. അദ്ദേഹത്തിൻ്റെ കൃതികളായ ദി മോഡേൺ പെയിൻറ്റേഴ്സ്, ദി സ്റ്റോൺസ് ഓഫ് വെനീസ് എന്നിവയിൽ അദ്ദേഹം ശക്തമായ സാമൂഹിക വിമർശനം തന്നെ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വാധീനം എഴുത്തിനും അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിലും വിദ്യാഭ്യാസത്തിലും അദ്ദേഹം ഏർപ്പെട്ടു. വ്യാവസായിക വിപ്ലവം ഉണ്ടാക്കി തീർത്ത സാമൂഹിക വിള്ളലുകളെ നേരിടുന്നതിനും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള നീതിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ട് അദ്ദേഹം സെൻറ്റ് ജോർജ് ഗിൽഡ് എന്ന ഓർഗനൈസേഷൻ സ്ഥാപിച്ചു. കല, ധാർമ്മികത, സാമൂഹിക വിമർശനം എന്നിവ ഒരുമിച്ച് നെയ്തെടുക്കാനുള്ള റസ്കിൻ്റെ ഈ ഒരു കഴിവ് ഒരു വിക്ടോറിയൻ എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പദവി ഉറപ്പിക്കുന്നു.
അടുത്തതായിട്ടുള്ള പ്രധാനപ്പെട്ട എഴുത്തുകാരനാണ് കാർഡിനൽ ന്യൂമാൻ. കാർഡിനൽ ന്യൂമാൻ 1801 ജനിച്ചു. വിക്ടോറിയൻ സാഹിത്യത്തിനും ദൈവശാസ്ത്രത്തിനും ഊന്നൽ നൽകിയ വ്യക്തിയാണ്. ന്യൂമാൻ്റെ രചനകൾ വിക്ടോറിയൻ മതവിശ്വാസങ്ങളെ വിശാലമായിട്ട് തന്നെ പ്രതിനിധീകരിക്കുന്നു. ദൈവശാസ്ത്ര രചനകൾക്കപ്പുറം അദ്ദേഹം ഒരു വിദഗ്ധനായ ഗദ്യ എഴുത്തുകാരൻ കൂടിയായിരുന്നു. ദി ഐഡിയ ഓഫ് എ യൂണിവേഴ്സിറ്റി പോലുള്ള കൃതികളിൽ ഇത് വളരെയധികം വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള രചനകൾ ബുദ്ധിപരമായതും ആത്മീയമായ ആത്മപരിശോധനയിൽ അധിഷ്ഠിതവുമായതാണ്. അടുത്തതായിട്ട് എടുത്തു പറയേണ്ട വ്യക്തിയാണ് ജോൺ ക്ലയർ. 1793 ജോൺ ക്ലയർ ജനിച്ചത്. ഒരു കർഷകകവി എന്നറിയപ്പെടുന്നു. വിക്ടോറിയൻ സാഹിത്യത്തിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ജോൺ ക്ലയർ. അദ്ദേഹത്തിൻ്റെ കവിതകൾ പ്രകൃതിയുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധത്തിൻ്റെ തെളിവായിട്ട് കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട എഴുത്തുകാരനായിരുന്നു ആൽഫ്രഡ് ലോർഡ് ടെന്നീസൺ. ഏറ്റവും ആദരണീയനായ വിക്ടോറിയൻ കവികളിൽ ഒരാളായിരുന്നു ആൽഫ്രഡ് ലോർഡ് ടെന്നീസൺ. 1809 ജനിച്ച വ്യക്തിയാണ്. വിക്ടോറിയ രാജ്ഞിയുടെ ഭരണകാലത്ത് യുണൈറ്റഡ് കിങ്ഡത്തിൽ കവിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. വൈകാരിക ആഴം, രചനാ സൗന്ദര്യം, മനുഷ്യാനുഭവങ്ങളെ പ്രകടിപ്പിക്കൽ മുതലായവ അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രത്യേകതയാണ്. ഒട്ടനവധി കവിതകളും മറ്റു കൃതികളും രചിക്കുകയും വിക്ടോറിയൻ ജനങ്ങളിൽ ഒരുപാട് കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ദേശീയ സംഭവങ്ങളെ അനുസ്മരിക്കാനും കൂട്ടായ സത്യബോധം പ്രകടിപ്പിക്കാനും സഹായിച്ചു. അടുത്തതായിട്ട് എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് റോബർട്ട് ബ്രോണിംഗ്. റോബർട്ട് ബ്രോണിംഗ് എന്നുള്ള വ്യക്തി വിക്ടോറിയൻ കവിയും കൂടാതെ തന്നെ ഒരു നാടകകൃത്തും കൂടിയായിരുന്നു. 1812 ജനിച്ച വ്യക്തിയാണ്. വിക്ടോറിയൻ യുഗത്തിൻ്റെ അവസാന പകുതിയിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് റോബർട്ട് ബ്രോണിംഗ്. മനുഷ്യശാസ്ത്രത്തിൻ്റെയും ധാർമ്മികതകളുടെയും സങ്കീർണതകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനം അദ്ദേഹത്തിൻ്റെ കാലത്തെ സാഹിത്യ കൺവെൻഷനുകളിൽ നിന്ന് വ്യത്യസ്തത അടയാളപ്പെടുത്തുന്നു. മൈ ലാസ്റ്റ് ഡച്ചസ്, ദ റിംഗ് ആൻഡ് ദി ബുക്ക് എന്നീ ഇതിഹാസ കാവ്യങ്ങളിലൂടെ അദ്ദേഹം ജനമനസ്സിൽ കുടിയേറി. റോബർട്ട് ബ്രോണിൻ്റെ ശാശ്വതമായ സ്വാധീനം വിക്ടോറിയൻ സാഹിത്യത്തിൽ മാത്രമല്ല മറിച്ച് ആധുനിക പ്രമേയങ്ങളിലും സ്വാധീനിക്കുന്നുണ്ട്. മനുഷ്യാനുഭവത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ മോണോലോഗുകളും മനഃശാസ്ത്രപരമായ ഉൾക്കാഴ്ചകളും വായനക്കാരെ വളരെയധികം ആകർഷിച്ചു. അടുത്തതായിട്ട് എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് മാത്യു അർണോൾഡ്. ആരായിരുന്നു മാത്യു അർണോൾഡ്? വിക്ടോറിയൻ എഴുത്തുകാരനായിരുന്നു, സാംസ്കാരിക നിരൂപകനായിരുന്നു. 1822 ജനിച്ചു. കവിതയ്ക്കും ഗദ്യത്തിനും സംഭാവനകൾ നൽകി. അഗാധമായ സാമൂഹിക മാറ്റങ്ങൾ സംഭവിച്ച ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ രചനകൾ പാരമ്പര്യവും പുരോഗതിയും തമ്മിലും വിശ്വാസവും സംശയവും തമ്മിലുള്ള തർക്കങ്ങളിൽ ഇടപെട്ടു. മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കവിതയായ ഡോവർ ബീച്ച് എന്ന കവിത പരമ്പരാഗത മൂല്യങ്ങൾ ക്ഷയിക്കുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ നിരാശ പ്രകടിപ്പിക്കുന്നു. വിക്ടോറിയൻ സമൂഹത്തെ അലട്ടുന്ന ധാർമ്മികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾക്ക് ഭൗതികവും കലാപരവുമായ മികവ് നേടണമെന്ന് അദ്ദേഹം വാദിച്ചു. അപ്പോൾ വിക്ടോറിയൻ ഏജ് ലിറ്റററി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗത്ത് പ്രധാനമായിട്ടും ഇത്രയുള്ള കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.